മോർണിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെയും വായിൽ വെള്ളം ഊറുന്ന റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ. എല്ലാവരുടെയും കയ്യിൽ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, ഒരു 2 മാങ്ങ എടുത്തിട്ട് ഉടനെ തന്നെ തയ്യാറാക്കിക്കോളും മാങ്ങ അച്ചാർ. ഒരു അരമണിക്കൂർ സമയം ധാരാളം മതി. 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാങ്ങ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, കുറച്ച് ഉപ്പ് മിക്സ് ചെയ്തിട്ട്. അതിനുശേഷം വളരെ ഫാസ്റ്റായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഉപയോഗിക്കാം. ഫ്രിഡ്ജിൽ വെക്കാതെ നമ്മൾ പുറമെ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 മാങ്ങ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിൽ വളരെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞ പച്ചമുളക് ആണെങ്കിൽ ഒരു 4 വരെ എടുത്തോളൂ. പിന്നെ അത്യാവശ്യം കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങയൊന്ന് ഉപ്പ് പുരട്ടി ഒരു അരമണിക്കൂർ വയ്ക്കണം. ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഈ മാങ്ങ മാറ്റാണ്. മാങ്ങയിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം വരും കേട്ടോ. വളരെ ചെറിയ അളവിലേ വെള്ളം വരുള്ളൂ, ഒരുപാട് വെള്ളമൊന്നും വരില്ല. കുറേ വെള്ളം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സമയം മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് അച്ചാറായതുകൊണ്ട് തന്നെ അരമണിക്കൂറേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ചോളൂ. ഞാനിപ്പോൾ അരമണിക്കൂറേ വെക്കുന്നുള്ളൂ. അപ്പോൾ മാങ്ങയൊന്ന് ഉപ്പൊക്കെ പിടിച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാങ്ങയിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 3/4 മണിക്കൂറായിട്ടോ. ഞാൻ അരമണിക്കൂർ എന്ന് പറഞ്ഞെങ്കിൽ 3/4 മണിക്കൂറായി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തത്, തീരെ ചെറുതായിട്ടല്ല, കുറച്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്തത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചത്, ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ്. പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്, 1.5 ടീസ്പൂൺ. പിന്നെ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് ഒരുമിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മുഴുവൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എരിവുള്ള പച്ചമുളകാണല്ലോ ചേർത്തത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച് ചൂട് മാറിയ വെള്ളം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രേവി ഉള്ള രീതിയിലല്ല ചെയ്യുന്നത് അച്ചാർ. മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്. നമുക്ക് ഈ പൊടികളൊന്ന് മിക്സായി വരാനുള്ള വെള്ളം മാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്, അത് മതി. ഇനി നമുക്കിതിലേക്ക് വറവിടണം. വറവിടുമ്പോഴാണ് നമ്മുടെ കറിവേപ്പിലയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ വറവിടാനായിട്ട് നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഒരു പാൻ ചൂടാക്കിയിട്ട് നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ മിക്സായി ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ചൂടുവെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ നേരിയ ചൂടിൽ, നന്നായിട്ട് തിളപ്പിച്ച് ചൂട് മാറിയിട്ട് നേരിയ ചൂടിൽ ഒരു 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അച്ചാർ സദ്യയിലൊക്കെ വിളമ്പുമ്പോൾ അധികം ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് വിളമ്പാറുള്ളത്. ആ എണ്ണയാണ് മിക്സായിട്ട് വരാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കാത്തത്. ഇതിനി മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ മാങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ചധികം എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാൻ എണ്ണ കൂടുതൽ വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ എന്താ 1 പിടിയാണ് കേട്ടോ കറിവേപ്പില എടുത്തിരിക്കുന്നത്. കറിവേപ്പില ധാരാളം വേണം. കറിവേപ്പില ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വരണം, അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 വറ്റൽമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ക്രിസ്പിയായി വന്നതിന് ശേഷം മാത്രം നമ്മൾ വറ്റൽമുളക് ചേർക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ വറവ് നമ്മുടെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വറവ് അച്ചാറിലേക്ക് ചേർത്തിട്ട് വേഗം തന്നെ മിക്സ് ചെയ്തെടുക്കാം. കറിവേപ്പിലയും വറ്റൽമുളകും കടുകും എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യാനായിട്ട്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ
ഒരു പൊടിക്ക് ഉപ്പ് കൂടുതൽ വേണം. എന്താണെന്ന് വെച്ചാൽ ആ കഷ്ണങ്ങളിലേക്കൊക്കെ ഉപ്പ് പിടിച്ചു വന്ന് കഴിയുമ്പോൾ നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ കഴിക്കുമ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നരുത്. അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് കൂടുതൽ വേണം എന്ന് പറയുന്നത്. ഇനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാറിൻ്റെ ടേസ്റ്റ് കൂടും. എന്താണെന്ന് വെച്ചാൽ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാരയും കൂടി ചേർത്ത് കഴിയുമ്പോൾ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിക്കോളും. ഒരുപാട് പഞ്ചസാര വേണ്ട, ഒരു പിഞ്ച് പഞ്ചസാര മതി. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാണ്. ഇതിപ്പോൾ നമ്മൾ ഉടനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ പുറമേ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്ത് തീർക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 ആഴ്ചയ്ക്കുള്ളിൽ യൂസ് ചെയ്ത് തീർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അപ്പോൾ ഞാൻ ഇനി ഇതൊരു നല്ല സെർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ അച്ചാർ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. നിങ്ങൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കാറുണ്ടോ ഇൻസ്റ്റൻ്റ് ആയിട്ട്? അത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും 1-2 മാങ്ങയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കിക്കോളൂ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.